എന്താ ചേട്ടാ ഇത്? ബഹളം വെച്ചിട്ടൊരു കാര്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഡോക്ടറെ ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ? രാവിലെ 6 മണി നിൽക്കും എവിടെ ക്യൂലി. 6 മണിയെന്നല്ല, ഇനി ഇന്നലെ വന്നെന്ന് പറഞ്ഞാലും ഡോക്ടർ പറയാതെ എനിക്ക് ആരെയും കയറ്റി വിടാൻ പറ്റില്ല. ആഹാ, ഡോക്ടർ ഇത് നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നോ? ഒരു എക്സ്റേ ഫിലിം അന്വേഷിച്ച് എത്ര നേരമായി ഞാൻ നടക്കുന്നതെന്ന് അറിയാം. സൂര്യഗ്രഹണം കാണാൻ. പൊട്ടിപ്പോയ എല്ലും കഷ്ണം എവിടാന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാ നിങ്ങളുടെ ഒരു സൂര്യഗ്രഹണം. ഒടുവിൽ എല്ലും കണ്ടുപിടിക്കില്ല, എനിക്ക് ഗ്രഹണവും കാണാൻ കഴിയില്ല. ഹോ, ഇനി ഗ്രഹണം കണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രഹണി പിടിക്കണ്ട. ഇന്നാ കൊണ്ടുപോ. താങ്ക് യു ഡോക്ടർ. ഇത് കഴിച്ചാൽ മതി, സംഭവം എല്ലാം ഓക്കെ ആവും കേട്ടോ. താങ്ക് യു സാർ. അടക്ക് വെച്ചേക്കാം. ഇരിക്കൂ. ഹാ ചേട്ടാ, ചേട്ടനോടല്ലേ ഇരിക്കാൻ പറഞ്ഞത്. എന്താ അസുഖം? അതറിയാനാ ഡോക്ടറെ ഞാൻ വന്നത്. ഓക്കെ, കബഡി നിർത്തി അസുഖം കണ്ടുപിടിക്കാൻ ഞാൻ ജ്യോത്സ്യരല്ല. രോഗലക്ഷണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരുന്ന് കുറിച്ച് തരാം. കൊറോണ വന്നതിന് ശേഷം പഴയ കാര്യങ്ങളൊന്നും ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഓക്കെ, കൊറോണ വരുന്നതിന് മുമ്പ് ചേട്ടൻ ആരോടെങ്കിലും കടം മേടിച്ചിട്ടുണ്ടോ? ഓർക്കുന്നില്ല. മറവി. അപ്പൊ അതാണ് കുഴപ്പം. അപ്പൊ ഈ മേടിച്ച കൊടുക്കാൻ പഠിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. ഒരു കാര്യം ചെയ്യും, ഞാൻ 10 മുഴുത്ത ഗുളിക എഴുതി തരാം. അത് മേടിച്ച് ഇതൊന്ന് കഴിക്കുക കേട്ടോ. ഇത് കഴിച്ചാൽ മാറും. ഇതെങ്ങനെയാ കഴിക്കണ്ടേ? കുറച്ച് വാരി അണ്ണാക്കിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അത് ചെയ്താൽ മതി കേട്ടോ. ഓരോന്ന് വരും മനുഷ്യനും മനക്കെടുത്താൻ വേണ്ടി. ഡോക്ടർ, ആ ജനറൽ വാർഡിൽ കിടക്കുന്ന രമേശൻ എന്നെ ഉമ്മ വെച്ചു. അയാൾക്ക് വേഗം ഒരു ടീറ്റി കൊടുക്ക്. ഡോക്ടർ അയാളെ എന്നെയാണ് ഉമ്മ വെച്ചത്. എപ്പോഴാണ്? അയാളുടെ ബ്ലഡ് എടുക്കാൻ ചെന്നപ്പോ. അപ്പോൾ അയാൾ എന്നാ ചെയ്യായിരുന്നു? അയാളുടെ മൊബൈലിൽ സണ്ണി ചേച്ചിയുടെ ഐറ്റം ഡാൻസ് കാണുമായിരുന്നു. എന്നാ അയാളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. വേണ്ട ഡോക്ടർ, അയാളൊന്നും ചെയ്യണ്ട. അയ്യോ, അയാളെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അയാളുടെ കയ്യിൽ നിന്ന് ആ ഡാൻസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് മേടിക്കാനായിട്ടായിരുന്നു. അല്ലെ, നമ്മുടെ ഈ 5-ാം വാർഡിലെ പേഷ്യന്റ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. പക്ഷെ ആ സ്ത്രീയുടെ കുട്ടി എപ്പോഴും അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ രോഗികളുടെ കൂടെ കുട്ടികളെ ഇരുത്തരുന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ആ കുട്ടിയോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഭയങ്കര കുറുമ്പാ. ഉറുമ്പോ? ഉറുമ്പല്ല, കുറുമ്പ്. എന്നാ വാ. അമ്മ എവിടെ? വാ, അമ്മയുടെ അടുത്തേക്കാ പോകുന്നത്. അമ്മ എന്തിനാ ഇവിടെ വന്നത്? സുഖമായിട്ട്. ആശുപത്രിയിലാണോ വരുന്നത്? വീട്ടിലേക്കല്ലേ? സുഖമല്ല, അസുഖം. എന്താ അമ്മയ്ക്ക് അസുഖം? വാ, അമ്മയോട് തന്നെ ചോദിക്കാം. സംഭവം ഇത് വൈറൽ ഫീവറാണ്. ഒരു തിരുമലിച്ചു കേട്ടോ. മോളെ, ഇതാ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് കൊറോണയാണോ? കൊണോണയല്ല, പറയുമ്പോ നന്നായിട്ട് പറയണം. കൊണോണ. ഓ, ഇവൾ എന്നെയും കൂടി തെറ്റിക്കും. കൊറോണ. എനിക്കതല്ല അസുഖം. പിന്നെ ചെറിയൊരു പനി. മോളിങ്ങനെ അമ്മയെ ശല്യം ചെയ്താലോ? അമ്മയുടെ അസുഖം മാറണ്ടേ? ഞാനമ്മ ശല്യം ചെയ്യുന്നില്ലല്ലോ. മിടുക്കി. പിടിച്ച് കിടക്കത്തേ ഉള്ളു. 2 ദിവസം കൂടെ വീണ്ടും ഇവിടെ കിടക്കേണ്ടി വരും. മോള് വീട്ടിൽ വേറെ ആരും ഇല്ലേ? ഈ ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ കൂടി കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. മോളെ, അമ്മയുടെ കൂടെ കിടക്കരുത് കേട്ടാ. നീ വല്ലതും പഠിക്കുന്നുണ്ടോ? പിന്നെ അമ്മ ഏത് ചോദ്യം ചോദിച്ചാലും മണി ഒരു ഉത്തരം ഞാൻ പറയും. മണി ഉത്തരം പറയണ്ട, നീ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ആ പുസ്തകം ഇങ്ങെടുത്തേ. അക്ബർ ചക്രവർത്തിയുടെ ജീവിത കാലഘട്ടം ഏതായിരുന്നു? അതെനിക്കറിയത്തില്ല. അറിയില്ലേ? പുസ്തകത്തിലുണ്ടല്ലോ. ഇതാണ് 1542 മുതൽ 1609 വരെ. എനിക്കറിയാം. പിന്നെന്താ പറയാതിരുന്നത്? ഞാനോർത്തെ അത് അക്ബർ ചക്രവർത്തിയുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. ഓ, ഇവൾ. നീ ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലെന്ന് നിന്റെ സാറ് വിളിച്ചു പറഞ്ഞല്ലോ. കരണ്ടില്ലായിരുന്നു. മെഴുകുതിരി കത്തിച്ചു വെച്ചൂടായിരുന്നു? പൂജാമുറിയിലല്ലായിരുന്നോ? പൂജാമുറി കയറി തീപ്പെട്ടി എടുത്തുകൂടായിരുന്നു? അമ്മയല്ലേ പറഞ്ഞ
കുളിക്കാതെ പൂജാമുറി കയറും. എന്താ കുളിക്കാതിരുന്നത്? ആകെ വെള്ളമില്ലായിരുന്നു. മോട്ടർ ഓൺ ചെയ്തുകൂടായിരുന്നോ? അതല്ലേ ആദ്യം പറഞ്ഞ കറണ്ട് ഇല്ലായിരുന്നു. ഓ എൻ്റെ അമ്മ ഉറക്കം വരുന്നു. ഗോവിന്ദ മോളെ കൊണ്ടുപോയി കിടത്ത്. എല്ലാരും ഒന്ന് പുറത്തു പോയിക്കേ. ഹലോ, ഒന്ന് പുറത്തു പോയിക്കേ. അപ്പച്ചാ പുറത്തു പോയിക്കേ. വെളിയിലിറങ്ങ്. ഹലോ, ഡോ കുട്ടിയെ കൊണ്ട് വാലിൽ നിന്ന് പൊക്കേ. കുട്ടിയുടെ അമ്മയായി കിടക്കുന്നത്. കുട്ടിയെ കൊണ്ട് വാലിൽ കിടക്കാൻ പറ്റില്ല. പുറത്തു പോ. ഇനി എവിടെ കിടക്കുവോ ആവും. എടോ, താൻ എന്തെടുക്കാൻ പോവാ? മോക്കും എനിക്ക് ഉറങ്ങണം. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. വാർഡിൽ കിടക്കാൻ പോയപ്പോൾ അവിടെ കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എടോ, സൂപ്രണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാർഡിലും വരാന്തയിലും ആരെയും കിടത്തരുതെന്ന്. സാറിന് സ്റ്റൂളിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാം. രോഗിക്ക് കൂട്ടിരിക്കാൻ വരുന്നവർ രാത്രിയായാലും നിന്നുറങ്ങിക്കോണം, അല്ലെങ്കിൽ നടന്നുറങ്ങിക്കോണം. ഇത് അവിടുത്തെ മര്യാദയാണ് സാറേ. എടോ, തനിക്കുറങ്ങണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ താൻ ആ മോർച്ചറി പോയിക്കടാ. ഷടാ, എന്ത് കഷ്ടം ഇത്. അങ്കിളെ നമുക്ക് ഇവിടെ കിടക്കാം. ഷീറ്റ് വിരിച്ചു തരാം. മോൾ ഇവിടെ കിടന്നുറങ്ങി, അങ്കിൾ അവിടെ കിടക്കാം. മോള് വീഴത്തില്ലേ? പേടിക്കണ്ട, അങ്കിൾ നോക്കിക്കോ. അങ്കിൾ അവിടെ കിടന്നോളാം. അങ്കിൾ അവിടെ കിടന്നോളാം. അമ്മേ, എടാ, നീ ആദ്യം കയറ്. നിനക്കാദ്യം കയറിയാലെന്താ? നീ അല്ലടാ മുമ്പിൽ നിൽക്കുന്നത്. നീ ആദ്യം കയറടാ. ഞാനേ ശരിയാക്കി തരാം കേട്ടോ. ആ, ഇപ്പൊ നീയല്ലേ മുമ്പിൽ, നീ കയറ്. നീ അല്ലടാ മുമ്പിൽ നിൽക്കുന്നത്. നീ ആദ്യം കയറടാ. അങ്കിളെ ഞങ്ങളെ ഇവിടെ കിടത്തത്തില്ലേ? എന്റെ ദൈവമേ,